ചാലക്കുടിയിൽ ഇടിമിന്നലേറ്റ് 3 പേർക്ക് പരിക്ക്. പോട്ടയിൽ വണ്ടി മുട്ടി 2 പേർക്ക്. ഇതെന്തപ്പോ ഇങ്ങനെ ഒരു മണിയടി? ശരിയാണല്ലോ, നമുക്കെല്ലാവർക്കും ഒന്ന് പോയി നോക്കാം. എന്നാ വാ. എന്തവിടെ ആൾക്കാർ കൂടി ഇല്ല? എന്തവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ? സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടണമില്ലോ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ നടത്തം നിർത്തി കാര്യം പറ. അതെ, പള്ളിയിൽ നിന്ന് തിരുശേഷിപ്പ് മോഷണം പോയി. തിരുശേഷിപ്പ് മോഷണം പോയോ? അച്ഛനെ പോലീസിനെ വിളിക്കേ. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അച്ഛൻ ഞാൻ പോലീസിനെ വിളിച്ചേ. പോലീസിനൊക്കെ വിളിച്ചു, അവര് പുറപ്പെട്ടിട്ടുണ്ട്. പോലീസ് എത്തി. സാറേ, താനാരാ? ഞാനീ പള്ളിയിലെ കപ്പ്യാരാ. ആരാണെങ്കിലും അങ്ങോട്ട് മാറിക്ക്. ഇനി പറ, എപ്പോഴാ സംഭവം നടന്നത്? ഇന്നലെ വൈകുന്നേരം. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് മാനെ. ആരെ? അത് കുടിയൻ ശ്യാമളപ്പൻ. അവൻ ഇന്നലെ രാത്രി ഇതിന്റെ കാര്യം നടത്തി തന്നേ പറ്റൂ. അല്ലെങ്കിൽ ശ്യാമളപ്പന്റെ വിധം മാറും, ഭാവവും മാറും. ശ്യാമളപ്പൻ എന്ത് പറഞ്ഞാലും നോ, ബാക്കിയുള്ളവര് പറഞ്ഞ യെസ്. ഇന്ന് ശ്യാമളപ്പൻ പോക്കും, അത് 100 തരാം. നോക്കിക്കോ, എന്നോടാ കളി. കാണാം, കാണണം. എന്റെ അതിശയമേ ദൈവത്തിൽ സ്നേഹം. കായലരികത്തു വലയെറിഞ്ഞപ്പോ വളക്കിയ സുന്ദരി പെണ്ണു കെട്ടിനെ കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന്. അപ്പൊ സർസുന്റെ വാറ്റിന് നല്ല സ്ട്രോങ്ങാ. മീനും ഫിറ്റ്, ഞാനും ഫിറ്റ്. വണ്ടി നിർത്തി സാറേ. അവനെ സാറേ, പൊട്ടൻ ചാമളപ്പൻ. ഇത് ഞാനല്ല. നീ എന്തിനാണ് ഇന്നലെ പള്ളി കയറിയത്? പള്ളി കുത്തി തുറന്നിട്ടാണോ പ്രാർത്ഥിക്കുന്നേ? പറയടാ. ഇല്ല സാറേ, ഞാനത് കുത്തി തുറന്നില്ല സാറേ. സാറേ, അവന്റെ അരയിൽ കുപ്പിയുണ്ട്. മൂത്രാണ് സാർ. അപ്പൊ ഇവനല്ല. ഇവനല്ലെങ്കിൽ പിന്നെ ആരാ? പാലായിലും മറ്റും കപ്പ കാടാ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കിട്ടുകയല്ലോ കേട്ടോ. ഇവിടോട്ട് വരണം, ഞങ്ങൾക്ക് ഒരു കഷ്ണം പച്ച കടിക്കണേ. ഇവിടെ മുഴുവൻ കുന്നും മലയല്ലയോ. ഞങ്ങളുടെ നാട്ടിൽ മുഴുവൻ റബ്ബറാ. മുമ്പൊക്കെ നല്ല വിലയായിരുന്നു കേട്ടോ. ഇപ്പൊ ഇച്ചിരി ഇടിവാ, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ബസ് റൂട്ടൊന്നും ആയിട്ടില്ലല്ലോ. ബസ്സൊക്കെ കിട്ടും, പക്ഷെ കിലോമീറ്റർ 10-15 അങ്ങ് പോണം. ഞങ്ങളുടെ നാട്ടിൽ മലയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഒത്തിരി കടുപ്പാ. നന്നായിട്ട് വലിക്കുന്നല്ലോ. ഡോക്ടർ ഒന്നും കാണിച്ചില്ലയോ? വണ്ടിക്ക് വലിയ കുറവാണെങ്കിലും ചാക്കോച്ചാണ്ട വലി നല്ല സ്ട്രോങ്. ഇതിൽ നന്നായിട്ട് വലിച്ചോണ്ടിരുന്നതാ. എല്ലാരും കണ്ടുവെച്ചപ്പോ കുറഞ്ഞതാ. ഈ നാട്ടുവൈദ്യം കൊണ്ടൊന്നും വലിയ കാര്യമല്ല കേട്ടോ. ടൗണിൽ പോയി നല്ല ഡോക്ടറെ കാണിക്കണം. പലരെയും കാണിച്ചതാ, ഇപ്പോൾ ഒരു കുറവില്ല. എന്നതാ കുഞ്ഞതിന്റെ പേര്? അപ്പു. നല്ല പേരാ കേട്ടോ. Oh
എന്നതാണോ താൻ എന്നാ സ്വപ്നം കാണുകയാണോ? എന്താടാ സണ്ണി, നിന്റെ അപ്പൻ്റെ ഓപ്പറേഷനുള്ള പൈസ റെഡിയായോ? ആ ശരി. ഓപ്പറേഷനോ? അതിനൊക്കെ തോനെ കായാവില്ലയോ? കുര്യൻ മുതലാളി സഹായിച്ചിട്ടുണ്ടാവും. അവൻ്റെ അപ്പൻ അവിടുത്തെ പണിക്കാരനായിരുന്നല്ലോ. മുതലാളി നല്ല മനുഷ്യനാണ്. ഹലോ ഫാൻസി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ നെക്സ്റ്റ് സൺഡേ വരും. ആ കുറച്ച് ഷോപ്പിംഗ് നടത്തണം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പപ്പയോടും അമ്മയോടും അന്വേഷണം പറയണം. ഓക്കെ ഡി, ഞാൻ പിന്നെ വിളിക്കാം. അല്ല വേറെ സണ്ണിയോ? കുറേ നാളായല്ലോ കണ്ടിട്ട്. മുതലാളി ഉണ്ടോ? ഉണ്ട്. ഒന്ന് വിളിക്കോ? പപ്പാ സണ്ണി വന്നിരിക്കുന്നു കാണാൻ. ആ സണ്ണിയോ? അപ്പനിപ്പോൾ എങ്ങനെയുണ്ടാ മോനെ? അപ്പനെ കാണാനൊന്ന് വരണമെന്ന് കരുതിയതാ, സമയം കിട്ടിയില്ലടാ. കൂപ്പിലെ കാര്യങ്ങൾക്കായി ഓടി നടക്കായിരുന്നു. ഇത്തവണത്തെ ലേലനെ ചതിച്ചില്ലേ, 2 ലക്ഷം രൂപയാ നഷ്ടം. അല്ല സണ്ണി എന്താ വന്നേന്ന് പറഞ്ഞില്ലല്ലോ? അപ്പൻ്റെ ഓപ്പറേഷൻ അടുത്ത ആഴ്ച നടത്താമെന്നാണ് ഡോക്ടർമാർ പറയണേ. എന്തെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് വെച്ചാ ഞാനും ഇപ്പം നിലയില്ലാ കയത്തിലാ. കൂപ്പ് മൊത്തം ചതിച്ചില്ലേ. ഇപ്പൊ പണിക്കാരെ പിരിച്ചുവിടണമെങ്കിൽ ഞാൻ ആരോടെങ്കിലും വിരക്കണം. അതാ എൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ ഞാനെന്ത് ചെയ്യാനാ സണ്ണി? എന്താ നീ വല്ലാണ്ടിരിക്കണേ? ഓപ്പറേഷനുള്ള പൈസ റെഡി ആയില്ലേ? മുതലാളി പൈസ തന്നില്ല അല്ലേ? അയാൾ അവസരത്തിനൊത്തും മലക്കം പറയുന്ന ഒരു നാറിയ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്. അല്പം കടം കയ്യാ. നീ വിചാരിച്ചാൽ നടക്കും. നീ വാ. എന്ത് വഴി? ഇനിയിപ്പോൾ തെറ്റും ശരിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നീ വന്നേ. തിരിശേഷിപ്പ് ഞാൻ പറയുന്ന സ്ഥലത്തെത്തിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ കിട്ടും. എടാ തിരിശേഷിപ്പ് മോഷ്ടിക്കുക, ഞാനത് ചെയ്യാം. പിന്നെ ഓപ്പറേഷനുള്ള പൈസ എവിടെ നിന്ന് കിട്ടും? എന്നാലും ഒരെന്നാലും ഇല്ല. നീ വാ. ഓ, നമ്മുടെ ചേട്ടൻപുള്ളിയുടെ വലിയ അങ്ങ് കൂടുകയാണല്ലോ. ആയ കാലത്തെ നല്ല വലി വലിച്ച. എവിടോട്ടാ? ആശുപത്രിയിലോട്ടാണോ? നാട്ടുവൈദ്യം കുറേ നോക്കിയതാ, ഒരു രക്ഷയില്ല. ടൗണിൽ പോയി ഒരു ഡോക്ടറെ കാണിക്കണം. ഞങ്ങളുടെ നാട്ടിലെ ഓലോചായനും ആസ്മയുടെ ഈ വലിയായിരുന്നു. സക്രിയ ഡോക്ടറെ കൈപ്പുണ്യാ. 1 മാസം കൊണ്ട് ആസ്മ പമ്പ കടന്നു. പക്ഷെ അടുത്ത മാസം പൗലോച്ചൻ അങ്ങ് പോയി. രാവിലെ നോക്കുമ്പോ പറമ്പിലെ കുളത്തിൽ ചത്ത് മലച്ച് കിടക്കുന്നു. നടക്കാനിറങ്ങിയപ്പോ കാല് തട്ടി വീണതെന്നാ പറയുന്നേ. പക്ഷെ പിള്ളേര് തട്ടിയിട്ടു എന്നാ ജനസംസാരം. നമ്മുടെ ചേട്ടൻ വിളിക്കുന്നത് എന്നാ പറ്റിയേ?
ഞാനങ്ങ് പേടിച്ചു പോയി. ദേ വലിയൊക്കെ പമ്പാണെന്നല്ലോ. ഞാനിവിടെ ഇറങ്ങിക്കോളാം. നീ ടൗണിലേക്കില്ലേ? ഇല്ല, എനിക്കിവിടെ ഒരാളെ കാണണം. അവിടെ റൈറ്റ്. ഓ, ഈ ശകടപ്പം എങ്ങാനും ശരിയാകോടവേ? ദിപ്പ് ശരിയാക്കിയ. ഓ, ഒന്ന് പെട്ടെന്ന് ആക്കടവേ. ആ, ഓയ് സണ്ണിക്കുട്ടാ, സണ്ണിക്കുട്ടാ, എടാ ഊവേ നിക്കുന്നേ, ഞാനും ഉണ്ടെന്നേ. ഓ, എന്നാ പോക്കാ ഇത്? നിക്കടാവേ, ഒന്ന് നിക്കുന്നേ, എന്നെ കൂടി കൂട്ടുന്നേ. ഞാൻ വേറെ വഴിക്കാ. കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊക്കെ പയ്യാരൊക്കെ പറഞ്ഞ് പതുക്കെ അങ്ങ് പോകാലോ. ഓ, എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും വേണം. ഇവിടെ സ്ഥലത്തിനൊക്കെ വലിയ വില കുറവാണല്ലേ. ഒത്തു കിട്ടിയ 5-10 ഏക്കർ വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഓ, വല്ലാത്ത മൂത്രശങ്ക. ഒന്ന് മാറ്റി വെച്ചു പോ. നീയും കൂടി ഒന്ന് കാര്യം സാധിച്ചു. അയ്യോ, നമ്മുടെ ജീപ്പ് ശരിയായെന്ന് തോന്നുന്നു. ബാക്കി ജീപ്പ് ചെന്നിട്ട് മുള്ള. എടാ സണ്ണി കുഞ്ഞേ, ഞാൻ പോവാ കേട്ടോ. ഞാൻ ഇവിടുന്ന് ഓടിച്ചെഴുമ്പോഴത്തേനും ജീപ്പ് അതിന്റെ പാട്ടിനങ്ങ് പോയി. പിന്നെ ഒരു കണക്കിന് ഞാൻ ഈ ഇടവഴി ഇങ്ങ് പിടിച്ചു. ഓ, വല്ലാത്ത കഥപ്പ്. കാലിലൊക്കെ എന്നാ വേദന. ആ, എന്നതാ കവറയില്? പൈസയാണോ? ആ, എനിക്കും തോന്നി അതാ അങ്ങനെ പൊത്തി പിടിച്ചിരിക്കുന്നല്ലോ. വല്ലോടത്തുനിന്ന് കട്ടോ ഓടിച്ചാണോ? പുറകെ പോലീസ് അങ്ങ് വരുമോ? എന്നെ കൂടി പൊക്കൂടെ? അങ്ങനെയൊന്നുമില്ല. അല്ല, നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നീ നല്ല കുട്ടിയാ, അത് നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ദൂരം നടന്നാലാ നമുക്കൊരു ബസ് പിടിക്കാൻ പറ്റുക? ഒരു 5-6 കിലോമീറ്റർ പോകണം. ഓ, അപ്പൊ ഒത്തിരി ദൂരം ഉണ്ട്. ആ, പതിയെ അങ്ങ് പോവാ. ഇനിയിപ്പോ നടക്കാതെ വേറെ നിർത്തിയൊന്നും ഇല്ലല്ലോ. അപ്പൻ എന്നതാ കുഞ്ഞി അസുഖം? അപ്പന് ക്യാൻസറാ. ഓ, ഈ അസുഖം ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെ വടക്കേലെ ചാക്കോണി ചേട്ടന് ഇത് തന്നെയായിരുന്നു അസുഖം. ഓപ്പറേഷനൊക്കെ ചെയ്താ, പക്ഷെ വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ കർക്കിടകത്തിന് അങ്ങേരെ ദൈവം വിളിച്ചു. നമ്മൾ വിചാരിക്കും പോലെ അല്ലല്ലോ, എല്ലാം അങ്ങേരുടെ പ്ലാനിങ് പോലെ അല്ലേ നടക്കുന്നേ. എടാ വേ, ഞാൻ ഈ വഴിക്കാ, ടൗണിലേക്കല്ല. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഓ, അത് എന്നാ പണിയാ സണ്ണി കുഞ്ഞെ? എന്നെ ഈ മലയിടുക്കിലിട്ടേച്ച് നീ അങ്ങ് പോവാണോ? ബസ് പോകുന്ന വഴി വരെയെങ്കിലും എന്നെ ഒന്ന് എത്തിക്കടേ. എങ്കിലും ഒരു കാര്യം ചെയ്യാം, വാ, ആദ്യം നിന്റെ കാര്യം നടക്കട്ടെ. അത് കഴിഞ്ഞ് നീ എന്നെ മെയിൻ റോഡ് വരെ ഒന്ന് എത്തിച്ചേച്ചാൽ മതി. എന്നാ വാ, പോകാം. അത് വേണ്ട, ഞാൻ മെയിൻ റോഡ് വരെ ആക്കി തരാം. ഓ, എങ്കിൽ അതാ നല്ലത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ സഹായമനസ്കതയുള്ള പിള്ളേരെ കാണാൻ കിട്ടുകയില്ല. ഇവിടെ നിന്നൊരു 5-10 ഏക്കർ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് വേണ്ടിയല്ല കേട്ടോ, ഒരു അനാഥാലയത്തിന് ഒരു 5-10 ഏക്കർ സ്ഥലം വേണം. അതാ ഇങ്ങനൊരു മലമ്പ്രദേശം തപ്പി ഇറങ്ങിയത്. ആട്ടെ, എന്നാ കുഞ്ഞ് ചാച്ചൻ്റെ ഓപ്പറേഷൻ? അടുത്ത ആഴ്ച. കാശൊക്കെ ഒത്തോ? അത് പറഞ്ഞപ്പോഴോർത്തത്, ഞങ്ങളുടെ ഇടവകയിൽ കുറേ കൊല്ലം മുമ്പാ ഒരു സംഭവം ഉണ്ടായി. അച്ഛൻ്റെ മേടയിലെ കുശിനിക്കാരനാ. അവൻ്റെ തള്ളയ്ക്ക് അസുഖാന്നും പറഞ്ഞ് അവൻ ചെയ്ത കടുങ്കൈ എന്താണെന്നറിയാവോ? പള്ളിയിലെ പൊന്നും കുരിശ് അങ്ങ് മോഷ്ടിച്ചു.
ഞെട്ടിയില്ലയോ? അവൻ ചെയ്ത പണിയാ. അവനെ പോലീസ് പിടിച്ചു. അവസാനം എന്നാ ഉണ്ടായി? 3-ാം പക്കം തള്ളയത്തു. ശാപം അല്ലാണ്ട് എന്നാ പറയാനാ? ദൈവത്തിനോട് അവന്റെ കളി. അങ്ങനെയൊക്കെ ചെയ്താ മരിച്ചാലും ആത്മാവിന് ശാന്തി കിട്ടൂ. ദൈവത്തെ അറിയാൻ വേണ്ടിട്ടാന്നാ പറയുന്നത്. പുള്ളിയുടെ പ്രിയപ്പെട്ടവർക്ക് പുള്ളിക്കാരൻ സഹനങ്ങൾ നൽകുന്നത്. അത് ചിലപ്പോ അസുഖമാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, പീഡകളാകാം. ഇതെല്ലാം നാം സഹിക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അച്ചായ 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 ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഇവിടെ വല്ല മെക്കാനിക്കിനെ കിട്ടുമോ? മെക്കാനിക്ക് എന്താ പറ്റിയേ? പെട്ടെന്ന് വണ്ടി ഓഫായി പോയി, പിന്നെ സ്റ്റാർട്ടാവുന്നില്ല. എന്താ മോൻ്റെ പേര്? സണ്ണി അച്ചോ. മോൻ ഈ ഇടവകക്കാരനാണോ? അതെ അച്ചോ. ഞാൻ ഈ ഇടവകയിലെ ഒരു രോഗിയെ സന്ദർശിക്കാൻ വന്നതാ. ഇവിടുത്തെ വികാരി ഫാദർ ജോസഫ് സെമിനാരിയിൽ എൻ്റെ ഒരു പഴയ സുഹൃത്താ. ജോസഫ് കുറച്ച് നാളായി എന്നോട് പറയുന്നു ഒരു രോഗിയുടെ ഓപ്പറേഷൻ്റെ കാര്യം. ഇന്നാണ് കുറച്ച് പൈസ ഒത്തു വന്നത്. അത് അച്ഛനെ ഏൽപ്പിച്ച് വരുന്ന വഴിയാ. എല്ലാം ഒരു നിമിത്തം. അപ്പോഴാ കാറ് പണി മുടക്കിയത്. പറഞ്ഞു തീർന്നില്ല, സ്റ്റാർട്ടായല്ലോ. ശരി മോനെ. ദൈവം അനുഗ്രഹിക്കട്ടെ.